ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. ആദ്യമായി ഈ പരിശുദ്ധ അൾത്താരയിൽ കയറി നിൽക്കുവാൻ ഭാഗ്യം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയോട് ഉള്ള നന്ദി ഒരിക്കലും പറഞ്ഞാൽ ഞാൻ അവസാനിക്കില്ല. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരികയാണ്. ഇത് എൻ്റെ മൂത്ത മകൾ അഭിരാമി, ഇളയ മകൾ അഭിനന്ദിനിയും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ അൾത്താരയിൽ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ പ്രധാനമായ കാര്യം, എൻ്റെ മകൾക്ക് 2020 ഷോൾഡറിൽ ഈ തോളിൻ്റെ ഭാഗത്ത് ഒരു മുഴ വന്നു. അത് ഞങ്ങൾ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ ഫിസിഷ്യനെ കണ്ടു, കൺസൾട്ടിങ് മേടിച്ചു. 6 മാസം മരുന്ന് കഴിക്കണം, ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞു. ഗുളിക തന്നു. ഞാൻ അതിനു മുമ്പേ പറയട്ടെ, ഞാനൊരു ഹിന്ദുവാണ്, പേര് ജയകുമാർ എന്നാണ്. അപ്പോൾ ഞങ്ങൾ 6 മാസം ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഗുളിക കഴിച്ചു തുടങ്ങി. എങ്കിലും ആ മുഴയ്ക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ FNAC ചെയ്തു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു കൊഴുപ്പടിഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടും ഈ മുഴയ്ക്ക് യാതൊരു കുറവും വരുന്നില്ല. പിന്നെ അങ്ങനെ ഇരുന്നു. 2021 ആയപ്പോൾ ഞങ്ങൾ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഒരു സർജനെ പോയി കണ്ടു. അപ്പോൾ ഒരു മുഴ കൂടി ഇപ്പുറത്ത് വന്നു. അപ്പോൾ 3 മുഴ മൊത്തത്തിൽ തോളിലായി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് FNAC എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. FNAC എടുത്ത് നോക്കിയപ്പോൾ സർജറി ചെയ്താലേ പറ്റൂ എന്ന് പറഞ്ഞു. അതിലുള്ള ഏറ്റവും വലിയ മുഴ സർജറി ചെയ്തു. പുനലൂർ ഹോസ്പിറ്റൽ 2021 ഫെബ്രുവരിയിൽ സർജറി ചെയ്തു. അതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് റിസൾട്ട് വന്ന് TB ആരംഭമാണ് എന്ന് പറഞ്ഞു. ഫിസിഷ്യനെ കാണിക്കാൻ പറഞ്ഞു. ഫിസിഷ്യനെ തിരക്കി 2 ആഴ്ചയിൽ ആ പുനലൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ തിരുവനന്തപുരം പുലയനാർകോട്ട ഇതിൻ്റെ സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ മകളുമായി പോയി. അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി. ആദ്യം മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടു, FNAC എടുക്കാൻ പറഞ്ഞു. അവിടെ ഇത് കുത്തിയിട്ടും ഒന്നും കിട്ടുന്നില്ല. വീണ്ടും ഡോക്ടറെ കണ്ടു. അവിടെ ബിന്ദു മേഡം എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്, ഞങ്ങളെ മെയിൻ ഒരു ഡോക്ടറാണ് ചികിത്സിച്ചത്. അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കുത്തിയെടുത്തിട്ട് FNAC ടെസ്റ്റ് ചെയ്യാൻ കിട്ടാത്തത് ഈ ഡോക്ടർ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മകളെ വിളിച്ചു. പുലയനാർകോട്ട ഹോസ്പിറ്റലിൽ വെച്ച് ആ ഡോക്ടർ തന്നെ ഇഞ്ചെക്ട് ചെയ്തെടുത്ത് വന്നിട്ട് ഞങ്ങളെ ലാബിൽ പറഞ്ഞു വിട്ടു. അത് ടെസ്റ്റ് റിസൾട്ട് വന്നു, TB ആണ് സ്ഥിരീകരിച്ചു. ഗുളിക കഴിക്കാൻ പറഞ്ഞു. 6 മാസത്തെ കോഴ്സ് ആരംഭിച്ചു. ഗുളിക കഴിച്ചു തുടങ്ങി. ദിവസവും 3 ഗുളിക വീതം കഴിക്കണം. അങ്ങനെ 6 മാസത്തോളം എല്ലാ മാസവും ചെക്കപ്പിന് പോകും. എല്ലാ മാസവും ഓരോ ടെസ്റ്റും തരും. ഈ 6 മാസം ഗുളിക കഴിച്ചിട്ടും ഈ മുഴകൾ രണ്ടും അതുപോലെ തന്നെ ഇരിക്കുക, യാതൊരു കുറവും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞു. 7ാമത്തെ മാസം ചെന്നപ്പോൾ വീണ്ടും ഡോക്ടറെ അതിശയം, ഇത്രയും നാൾ ഈ ഗുളിക കഴിച്ചിട്ട് ഇതിന് കുറവൊന്നും വരുന്നില്ല, അതെന്താണ്? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 6 മാസം കൂടി കഴിച്ച് നോക്കാം. 6 മാസം കൂടി കഴിച്ചിട്ട് ഇത് മാറുന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ സാധാരണ നോർമൽ കേസുകൾ 6 മാസം കഴിയുമ്പോൾ ഈ കോഴ്സ് കഴിയുമ്പോൾ TB എല്ലാ നോടും പോയി മുഴയെല്ലാം പോകേണ്ടതാണ്. പക്ഷേ അത് പോകുന്നില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ TV പിന്നെ വൈഫൈ വെച്ച് യൂട്യൂബ് ചാനലൊക്കെയാണ് TV കാണുന്നത്, അതുവഴിയാണ്. ഞാനൊരു രാത്രിയിൽ ഇങ്ങനെ വിഷമിച്ച് തന്നെ മകളുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കും. TV കാണുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ എനിക്ക് പറയാൻ സങ്കടം വരികയാണ്. അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കുകയാണ്. ദൈവവചനം ഞാൻ യൂട്യൂബ് ഈ കൃപാസനം എന്താണെന്നോ ഈ ചർച്ച എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷേ അച്ഛൻ്റെ ആ ഒരു നേരത്തെ പ്രസംഗമാണ്. എനിക്ക് അത് തീരുന്നത് വരെ 1 മണിക്കൂറാണോ എന്നറിയില്ല. ഞാൻ മുഴുവനും ഇത് കേട്ടു. അപ്പോൾ മുതൽ എനിക്കൊരാഗ്രഹം, ഈ പള്ളി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഞാൻ മൊബൈലെടുത്തു, മാപ്പെടുത്തു. കലവൂർ എന്ന് മാത്രമേ ഈ കൃപാസൻ്റെ അഡ്രസ്സിൽ കാണുന്നുള്ളൂ. കലവൂർ എന്ന് മാത്രം അടിച്ചു. എവിടെയാണെന്ന് ഇത് കണ്ടുപിടിക്കും. കേരളത്തിൽ എവിടെയാണെങ്കിലും പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ആലപ്പുഴയാണ്. വീട്ടിൽ നിന്നും 104 കിലോമീറ്റർ ഇവിടത്തേക്കുണ്ട് എന്ന് വരെ മാപ്പ് നോക്കി കണ്ടുപിടിച്ചു. ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ കൊച്ചുങ്ങളോട് പറഞ്ഞാൽ, ഞാനും കൊച്ചുങ്ങളും എൻ്റെ പ്രായമായ അമ്മയുമാണ് വീട്ടിലുള്ളത്, അവരോട് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ പോകുകയാണെന്ന് പറഞ്ഞില്ല. ഞാനൊരു ജോലി തിരക്കി ആലപ്പുഴ വരെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൃപാസനം എന്തെന്ന് അറിയാൻ വേണ്ടി മാത്രമൂടെ വന്നതാണ്. വന്നെങ്കിലും ഞാൻ നേരിട്ട് ഉടമ്പടി എടുക്കാനാണ് പോയത്. അവിടെ ചെന്ന് ഉടമ്പടി എടുത്തു, ഇറങ്ങി വന്നു. അവിടുന്ന് തൈലവും ഒക്കെ തന്നു. എല്ലാം ഞാൻ വീട്ടിൽ പോയി. രാത്രിയിൽ വീട്ടിൽ ചെന്നിരുന്നാണ് കുട്ടികളോട് പറയുന്നത്. ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം വന്നപ്പോൾ 11 മണിയുടെയും കഴിഞ്ഞ് വരുന്നു. 2 മണിയുടെ ടോക്കണാണ് ഈ കിട്ടിയത്. ഞാൻ 2 മണിയുടെ ടോക്കണും കഴിഞ്ഞ് 7 മണി കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ രാത്രി 10-11 മണിയോളമായി. പിള്ളേരോട് കാര്യം പറഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു. എൻ്റെ മകളെ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അവളോട് കാര്യം പറഞ്ഞിട്ട് അവളുടെ ഷോൾഡറിൽ ഈ തൈലമെടുത്ത് പൂശി ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി.
അതിശയം എന്ന് പറയട്ടെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ 100% പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കുന്നു. അമ്മയാണ് പിറ്റേന്ന് രാവിലെ മുഴം ചെറുതായി കുറയാൻ തുടങ്ങി. ഞാൻ ആ മാസം ട്രീറ്റ്മെൻറ്റിന് എല്ലാ മാസവും ചെല്ലുന്നത് പോലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറയുക, ഇതെന്തൊരു അതിശയമാണ്, നമ്മൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതെങ്ങനെ സാധിച്ചു എന്നാണ് ആ ഡോക്ടർ ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഒരു അമ്മയെ വിശ്വസിച്ചു, കൃപാസനത്തിൽ പോയി. കൃപാസനത്തിൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മകൾക്ക് പൂർണ്ണമായി സൗഖ്യമായി ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളോ യാതൊന്നുമില്ല, എല്ലാ തെളിവും ഞാൻ 3-4 പ്രാവശ്യം സാക്ഷി പറയാൻ വേണ്ടി വന്നാൽ ഞാൻ. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാം, അങ്ങനെ പൂർണ്ണമായി എൻ്റെ മകൾ സൗഖ്യപ്പെട്ടു. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഞാനൊന്ന് പറയട്ടെ, എനിക്ക് 52 വയസ്സുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ബന്ധക്കോസ് വിഭാഗത്തിലൊക്കെ ജീവിച്ചായിരുന്നെങ്കിലും പക്ഷേ മതം മാറി വീണ്ടും ഹിന്ദുവായി ജീവിക്കുകയാണ് ഇപ്പോൾ. എന്ന ഇടയ്ക്ക് വെച്ചൊരു വേർപാട് സഭയിൽ പോയി. അവിടെ നിന്നൊക്കെ മാറി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോയി. കൊട്ടാരക്കര സഹകരണ അർബൻ ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ വരെയായി. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പൊതുപ്രവർത്തനങ്ങളും ഒക്കെ ആയിരുന്ന സമയത്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത ജീവിതമായിരുന്നു. പുകവലി ഉണ്ടായിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നു. മദ്യപാനം സ്ഥിരമായില്ലെങ്കിലും എൻ്റെ വായിൽ ഉറങ്ങുമ്പോഴല്ലാതെ എൻ്റെ വായിൽ വെറ്റില മുറുക്കാനില്ലാത്ത ഒരു സമയമില്ല. എൻ്റെ മക്കൾ സ്ഥിരം വഴക്ക് പറയും മുറുക്കുന്നതിന്. എന്നാൽ പോലും ഒരു ഉറങ്ങുന്ന സമയമല്ലാതെ ബാക്കി എല്ലാ സമയവും എൻ്റെ ജോലി ഇലക്ട്രീഷ്യൻ പണിയാണ്. അതുകൊണ്ട് എൻ്റെ വായിൽ ആ മുറുക്കാൻ എപ്പോഴും കാണും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയും, ഈ ഉടമ്പടി എടുത്തു ഇവിടുന്ന് ഞാൻ വീട്ടിൽ ചെന്ന് ഇപ്പോൾ ഏതാണ്ട് 1 വർഷം ആകാറാവുന്നു. 3 പ്രാവശ്യം ഞാൻ പുതുക്കി. ഇന്ന് വരെ മദ്യമോ പുകവലിയോ മുറുക്കാനോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അന്ന് മാതാവ് അത് പൂർണ്ണമായി ഒഴിവാക്കുവാൻ എന്നെ അനുഗ്രഹിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് എനിക്ക് സ്ഥിരമായി ഒരു ജോലിയില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മക്കളെ വളർത്തുവാൻ എനിക്ക് കഷ്ടപ്പെട്ട ജോലിയില്ല, ജോലി എനിക്ക് തരണം. എൻ്റെ കണ്ണം 52-53 വയസ്സായി, കണ്ണിന് കാഴ്ച കുറയുന്നു, ശരീരത്തിന് ബലങ്ങൾ, ഇലക്ട്രീഷ്യൻ ജോലിയാണ്, ഭിത്തികളിലും ഉയരങ്ങളിലൊക്കെ കയറാനുള്ള കഴിവ്, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ഒരു സുഹൃത്ത് വഴി പരിശുദ്ധ അമ്മ കൊട്ടാരക്കര റൂറൽ SP ഓഫീസിൽ ഇലക്ട്രീഷ്യൻ്റെ ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചപ്പോൾ 3 മാസം കൊണ്ട് ഞാനുള്ള ജോലി ചെയ്യുകയാണ്. മറ്റു ജോലികൾ, കഷ്ടപ്പെട്ട ജോലികളൊന്നുമില്ല, മെയിൻ്റനൻസുകൾ മാത്രം ചെയ്താൽ മതി. ആ ബാക്കി സമയത്ത് ഞാൻ യൂട്യൂബിൽ ഫോണിലൂടെ അച്ഛൻ്റെ തിരുവചനം കേൾക്കുകയും സാക്ഷികൾ കേൾക്കുകയും മറ്റ് പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് ഞാൻ ജീവിതം കഴിഞ്ഞു പോവുകയാണ് ഇപ്പോൾ. അങ്ങനെ പൂർണ്ണമായും ദൈവത്തിലേക്ക് അടുക്കുവാനും ദൈവം ആശ്രയം ജീവിക്കുവാനും തക്കോണം എനിക്കിടയാകുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിവിടെ ഉടമ്പടി വെച്ചിരുന്ന മറ്റൊരു വിഷയമുണ്ട്. ഞാൻ എൻ്റെ വീട് പണിക്ക് വേണ്ടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. മറ്റൊരു ബാങ്കിൽ നിന്നൊരു ലോണും എടുത്തിരുന്നു. ആ ഒരു ലോൺ ഞാൻ അടച്ചു തീർത്തു. പക്ഷേ സർവീസ് സഹകരണ ബാങ്കിലെ ലോണ് അവിടെ കിടന്ന് കൂടി 5,40,000 രൂപയോളമായി വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആ ഉടമ്പടി നിയോഗത്തിൽ അത് വെച്ചു. എൻ്റെ ജപ്തി, എൻ്റെ കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി തരണം. ഞാൻ കടാശ്വാസ കമ്മീഷനിൽ അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷ കൊടുത്തിട്ട് 2 വർഷമായെങ്കിലും പല സിറ്റിംഗ് നടത്തിയിട്ടും ഈ കോവിഡിൻ്റെ കാരണം അവർ മാറ്റിവെച്ചിട്ട് ഈ സിറ്റിംഗ് നടത്തിയിട്ട് എൻ്റെ പേരോ എന്നെ വിളിച്ചില്ല. എന്നാൽ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഡിസംബറിൽ ഉടമ്പടി എടുക്കുന്നു. അതൊന്ന് പുതുക്കി വീണ്ടും വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കടാശ്വാസ കമ്മീഷൻ വിളിച്ചു. സിറ്റിങ്ങിന് വിളിച്ചിട്ട് 3,40,000 രൂപ കുറച്ച് തന്ന് ഞാൻ എടുത്ത 2 ലക്ഷം രൂപ മാത്രം 9 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി എന്നുള്ളൊരിതും നിയോഗവും എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നു. ഇനി തുടർന്ന നാളുകളിലും ഈ മാതാവിൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ജീവിപ്പാൻ അന്നു മുതൽ ഇന്ന് വരെയും ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നുണ്ട്, പലരെയും കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പ്രേക്ഷിത വേലകൾ എന്നെ കൊണ്ടാവുന്നു ചെയ്യുന്നുണ്ട്. എല്ലാ വേലകളും കാരുണ്യപ്രവൃത്തികളും എന്നെക്കൊണ്ടും എൻ്റെ കുടുംബത്തോടും ചെയ്യാൻ പറ്റുന്നവരോട്. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഞാൻ താമസിക്കുന്നത് തൊട്ട് മുമ്പിൽ തന്നെ റോഡിന് തൊട്ടപ്പുറം സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ചർച്ചാണ്. അതിന് തൊട്ടപ്പുറത്ത് കുരിശടിയുണ്ട്. ഞാൻ എന്നും ദിവസവും, എനിക്ക് ജപമാല പ്രാർത്ഥിക്കാൻ അറിയില്ല, ജപമാല ചൊല്ലുവാൻ അറിയില്ല. ഞാൻ ഈ കുരിശടിയിൽ എന്നും മുതലേ കുരിശടി വെച്ച കാലം മുതലേ അവിടുത്തെ വിശ്വാസികൾ അവിടെ കുരിശടി വന്നതുകൊണ്ട് ജപമാല ചൊല്ലും. ഞാൻ വീട്ടിലിരുന്ന് ഈ ജപമാല എങ്ങനെ ചൊല്ലുന്നതെന്ന് പലപ്പോഴും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ മാസത്തിന് അങ്ങേ മാസമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ജപമാല പുസ്തകം കിട്ടുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ ജപമാല പുസ്തകം മേടിച്ചുകൊണ്ട് ഇപ്പോൾ 1 മാസം കൊണ്ട് മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ജപമാലയും ചൊല്ലുന്നു. നിങ്ങൾ തുടർന്നുള്ള നാളുകളിൽ എനിക്ക് എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.